ഹലോ ഫ്രണ്ട്സ്, ഉജ്ജൽ PSC കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും പുതുവത്സര ആശംസകൾ. ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ വീഡിയോയാണിത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ വർഷങ്ങളിൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എല്ലാം തന്നെ. ഒന്നാമത്തെ ചോദ്യം, ഏത് ദിവസമാണ് ഇന്ത്യയിലെ പ്രവാസി ഭാരത് ദിവസമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ പ്രവാസി ഭാരത് ദിവസമായിട്ട് ആചരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ബി ജനുവരി 9-നാണ്. ജനുവരി 9-നാണ് ഇന്ത്യയിലെ പ്രവാസി ഭാരത് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത് ആചരിച്ച് തുടങ്ങിയത് 2005-ലായിരുന്നു. 2005-ലാണ് പ്രവാസി ഭാരത് ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിച്ച് തുടങ്ങിയത്. ഇത് ആചരിക്കാനുള്ള കാരണം 1915 ജനുവരി 9-നായിരുന്നു ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ പഠനവും അതിനുശേഷം നടന്നിട്ടുള്ള സത്യാഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തിയത് 1915 ജനുവരി 9-നായിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 2005 മുതൽ ഇന്ത്യയിലെ ജനുവരി 9 പ്രവാസി ഭാരത് ദിനമായിട്ട് ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യയിലെ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം ജനുവരി 12-നാണ്. ജനുവരി 12-നാണ് ഇന്ത്യയിലെ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഓപ്ഷൻ ബി. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, അതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, എന്നാണ് ദേശീയ ആർമി ദിനം? ദേശീയ ആർമി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 15-നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ നേവി ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ നേവി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 4-ആണ്. ഡിസംബർ 4-ആണ് നേവൽ ഡേ. ആർമിയുടെ ജനുവരി 15. നാലാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ദേശപ്രേമ ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശപ്രേം ദിവസ് ആയിട്ട് ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശപ്രേം ദിവസമായിട്ട് ആചരിക്കുന്നത്. ഇത് ജനുവരി 23-നാണ്. ജനുവരി 23-നാണ് ദേശപ്രേം ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30-ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യമായിട്ട് കുഷ്ഠരോഗം കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഹാൻസൺ. ഹാൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണിത് കണ്ടെത്തിയ വ്യക്തി. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ജനുവരി 30-ന് തന്നെയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടതും. ആറാമത്തെ ചോദ്യം, ദേശീയ ബാലിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ബാലിക ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ജനുവരി 24-ലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്തരത്തിലെ വനിതകളുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ദിനങ്ങൾ ഓരോ വർഷവും ആചരിക്കുന്നുണ്ട്. ജനുവരി 24 ദേശീയ ബാലിക ദിനമാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 13-ആണ് ദേശീയ വനിതാ ദിനം. മാർച്ച് 8-ആണ് ലോക വനിതാ ദിനം. ഏപ്രിൽ 11-ആണ് മാതൃസുരക്ഷാ ദിനം. കസ്തൂർബ ഗാന്ധിയുടെ സ്മരണ ദിനമാണ് ഏപ്രിൽ 11. ഏപ്രിൽ 11-ആണ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം 4 ദിനങ്ങളായി നമ്മൾ വനിതകളുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നു. ജനുവരി 24-ആണ് ദേശീയ ബാലികാ ദിനം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ 4 ദിനങ്ങളും PSC പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ളതാണ്. ഏഴാമത്തെ ചോദ്യം, ഏത് വർഷം മുതലാണ് ജനുവരി 25 ഇന്ത്യയിലെ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? വോട്ടേഴ്സ് ദിനമായിട്ട് ഇന്ത്യയിലെ ജനുവരി 25 ആചരിച്ചു തുടങ്ങിയത് 2011 മുതലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജനുവരി 25 ഇത് ആചരിക്കാനുള്ള കാരണം 1950 ജനുവരി 25-നാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം പവറുകളുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 324-ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1950 എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പറും. അപ്പോൾ ഒട്ടനവധി ഫാക്റ്റായി നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ CEC ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എട്ടാമത്തെ ചോദ്യമാണ്, ദേശീയ വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 25-നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജനുവരി 25 തന്നെയാണ് വോട്ടേഴ്സ് ദിനമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജനുവരി 25 തന്നെയാണ് ദേശീയ വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നത്. അതേസമയം ലോക വിനോദസഞ്ചാര ദിനമാണെങ്കിൽ സെപ്റ്റംബർ 27-ആണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27-ഉം ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി 25-ആണ്. ഒമ്പതാമത്തെ ചോദ്യം, ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 10-ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജനുവരി 10-ആണ് ലോക ഹിന്ദി ദിനം. ദേശീയ ഹിന്ദി ദിനമാണ് സെപ്റ്റംബർ 24. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദി ദിവസ് നമ്മളുടെ ഇന്ത്യക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഹിന്ദി ദിനം. ജനുവരി 10
ലോക ഹിന്ദി ദിനവും സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനവുമാണ്. 10ാമത്തെ ചോദ്യം, ഡൽഹിയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ ഡൽഹിയിലെ ആസ്ഥാനം വിളിക്കുന്നത് നിർവാചൻ സദൻ എന്നുള്ള പേരിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിർവാചൻ സദനാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം. ഇലക്ഷൻ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. മാത്രമല്ല ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ. 11ാമത്തെ ചോദ്യം, ഏതു ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് ചോദിച്ചാൽ അത് ജനുവരി 26 ജനുവരി 26 ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതുകൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയത്. ജനുവരി 26 1950 ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത്. അത് നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ദിവസമാണ് നവംബർ 26. നവംബർ 26 1949 എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം, ഏത് വർഷം മുതലാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? ദേശീയ യുവജന ദിനമായിട്ട് ജനുവരി 12 നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി 12 എന്നുള്ളത്. അപ്പോൾ ഇത് ആചരിച്ചു തുടങ്ങിയത് 1985 മുതലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1985 മുതലാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ഇന്ത്യയിലെ ആചരിച്ചു തുടങ്ങിയത്. 13ാമത്തെ ചോദ്യം, ഏതു ദിവസമാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ജനുവരി 16 ഓപ്ഷൻ സി ആണ് ഉത്തരം. ജനുവരി 16 ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള കമാൻഡർ ഇൻ ചീഫ് ആരാണെന്നാണ്? ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള കമാൻഡർ ഇൻ ചീഫാണ് കരിയപ്പ. ഈ കരിയപ്പ തൊട്ടു മുൻപുണ്ടായിരുന്ന ഫ്രാൻസിസ് ബൂച്ചർ ഇംഗ്ലീഷുകാരനാണ്. ഇദ്ദേഹമായിരുന്നു ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ്. ഇദ്ദേഹത്തിൽ നിന്നും അധികാരം സ്വീകരിച്ച ദിനമാണ് ജനുവരി 15. ജനുവരി 15 ഇന്ത്യയിലെ ദേശീയ ആർമി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിനുള്ള കാരണം കരിയപ്പ അധികാരം സ്വീകരിച്ചത് ജനുവരി 15 നിലവിൽ കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള ഒരു പദവി ആർമിയിലില്ല, പകരം ജനറലാണ് ആർമിയുടെ ചീഫായിട്ടുള്ള വ്യക്തി. 15ാമത്തെ ചോദ്യം, ഏത് ദിവസമാണ് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 അതേസമയം ദേശീയ വിദ്യാഭ്യാസ ദിനം ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. 16ാമത്തെ ചോദ്യം, എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1950 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1950 എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പർ. ജനുവരി 25 ഇന്ത്യയിലെ വോട്ടേഴ്സ് ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ട സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് സുകുമാർ സെൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സുകുമാർ സെൻ ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് പോയിട്ടുള്ള വ്യക്തിയാണ്. ന്യൂഡൽഹിയിലാണ് നിർവാചൻ സദൻ, ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനമായിട്ടുള്ള നിർവാചൻ സദൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 17ാമത്തെ ചോദ്യം, ഏത് ദിവസമാണ് ഭൂമി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത്? ഭൂമി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത് ജനുവരി 4 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജനുവരി 4 ഭൂമി സൂര്യനോട് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നത്. നിങ്ങൾക്കറിയാം സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാതയിലാണ് ഭൂമി കറങ്ങി വരുന്നത്. അപ്പോൾ ഈ ഒരു എലിപ്റ്റിക്കൽ പാതയിൽ ഭൂമി സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് ജനുവരി 4. ഏറ്റവും അകലെ വരുന്ന ദിനമാണ് ജൂലൈ 5. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അകലെ വരുന്ന ദിനമാണ് അപ്പ് ഹീലിയോൺ എന്ന് അറിയപ്പെടുന്നത്. ജൂലൈ 5 അപ്പ് ഹീലിയോൺ, APHELION അപ്പ് ഹീലിയോൺ. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസം, അടുത്ത് എന്നുള്ളതിന് പെരിഫറി എന്നാണ് പറയുക. അപ്പോൾ പെരി ഹീലിയോൺ എന്നാണ് വിളിക്കുന്നത്. പെരി ഹീലിയൻ എന്ന് വിളിക്കുന്നത് അടുത്ത് വരുന്ന ജനുവരി 24. ഹീലിയൻ എന്ന് പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. പെരി അടുത്ത്, സൂര്യനോട് ഏറ്റവും അടുത്ത് പെരി ഹീലിയൻ ജനുവരി 4. 18ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്? ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഓപ്ഷൻ സി ആണ് ഉത്തരം.
ഈ 2005 ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. വിവരാവകാശ നിയമം, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊഹിബിഷൻ ആക്ട്, ഇത്തരത്തിലുള്ള ഒട്ടനവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നിലവിൽ വന്നത് 2005 ഗാർഹിക പീഡന നിരോധന നിയമം, അതുപോലെ തന്നെ വിവരാവകാശ നിയമം, ദുരന്ത നിവാരണ നിയമം. ഇതിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ജനുവരി 19 ഇന്ത്യയിലെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപം കൊണ്ടത് ജനുവരി 19, 2005 അപ്പോൾ അതുകൊണ്ടാണ് ജനുവരി 19 നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. NDRF എന്നാണ് ഇതിനെ വിളിക്കുന്നത്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട നിയമം ദേശീയ ദുരന്ത നിവാരണ നിയമമാണ്. ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. ജില്ലകളിൽ ഈ നിയമത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ജില്ലാ കളക്ടർമാരാണ്. 19ാമത്തെ ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത്? പരാക്രം ദിവസമായിട്ട് ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ജനുവരി 23 ജനുവരി 23 ദേശപ്രേം ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദേശീയ പരാക്രം ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം 1950 ജനുവരി 26 മുഖ്യ അതിഥിയായിരുന്നത് സുകാർണോയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുകാർണോ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സുകാർണോയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ അതിഥിയായിരുന്ന വ്യക്തി. അപ്പോൾ നമ്മൾ ഇതുവരെ ആകെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ലക്ഷ്യ, ടാലന്റ്, PSC ത്രില്ലർ, പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം ujwalcart.com എല്ലാ പുസ്തകങ്ങൾക്കും 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് PSC ബുക്ക് ഷോറൂം നിങ്ങളുടെ വിരൽ തുമ്പിൽ. വിസിറ്റ് www.ujwalcart.com.